ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ അടുത്തുള്ള പാട്ടുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അറിയുവാനായി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം. ദ്രൗപദി ദർശം ഭാഗം 13. രചന ഫൗസിയ നൗഷാദ്. ദ്രൗപദി ഹോസ്റ്റൽ മുറിയിൽ വിശ്രമിക്കുമ്പോഴാണ് വാർഡൻ മുറിയിലേക്ക് വന്നത്. ദ്രൗപദി, തനിക്കൊരു വിസിറ്റർ ഉണ്ട്, താഴെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവർ അത് വന്ന് പറയുമ്പോൾ അവളൊന്ന് ഞെട്ടി. ദർശാവോ? അല്ലേ ആശി? അവർ രണ്ടാളും വരാൻ ഇടയുള്ളൂ. അവളൊരു ഷോൾ എടുത്ത് ടോപ്പിന്റെ മുകളിലൂടെ ഒന്ന് ദേഹത്ത് ചുറ്റിയ ശേഷം താഴേക്ക് ചെന്നു. സന്ദർശക മുറിയിലിരിക്കുന്ന വ്യക്തിയെ കണ്ട് അവളൊന്ന് ഭയന്നു. ശ്യാം. വെൽക്കം വെൽക്കം മിസ് ശിവാനി. അവൻ അല്പം ഒച്ചയോടെ പറഞ്ഞതും അവളൊന്ന് ഭയന്നു. എന്താടി, നീ പേടിച്ചോയോ? എനിക്ക് നിന്നെ പേടിയില്ല. നീ എങ്ങനെ ഇവിടെ എത്തി? ഭയം മറിച്ച് ധൈര്യം സംഭരിച്ച് അവൾ ചോദിച്ചു. നീ ഉള്ളത് എവിടെ ആയാലും ഞാൻ അവിടെ എത്തും. അതെനിക്ക് വലിയ പ്രയാസമുള്ള കാര്യമല്ല. നീ നിന്റെ ആ പുതിയ കാമുകനും ചേർന്നതിനെ ജയിലിലടയ്ക്കാൻ നോക്കിയതല്ലേ? എന്നിട്ട് എന്തായി? നിങ്ങളൊന്ന് പോവണം. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് കിട്ടിയ സ്ഥലമാണ് ഇവിടെ. എന്നെ ജീവിക്കാൻ സമ്മതിക്കണം. സമ്മതിക്കാടി, നീ ജീവിച്ചോ. നിനക്കെന്താ എന്റെ കൂടെ ജീവിച്ചാ? ഞാൻ നിന്നെ വിഴുങ്ങിയൊന്നും ഇല്ലല്ലോ. എന്റെ സഹോദരന്റെ സ്ഥാനത്താണ് നിങ്ങളെന്ന് ഓർക്കണം. അതെങ്ങനെയാടി സഹോദരനാവുന്നത്? നിന്റെ അമ്മയല്ല എന്നെ പ്രസവിച്ചത്. എന്റെ അച്ഛന്റെ സ്വന്തം മകളുമല്ല നീ. അങ്ങനെയുള്ളപ്പോ നമ്മൾ എങ്ങനെ സഹോദരനും സഹോദരിയാവും? നിന്നെ എനിക്ക് വേണം, ഞാൻ സ്വന്തമാക്കും. അതൊക്കെ നിങ്ങളുടെ വേറെ മോഹം മാത്രം. എനിക്ക് ജീവനുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ കഴുത്തിൽ താലി കെട്ടില്ല. എല്ലാവരോടും ഞാൻ വിളിച്ചു പറയട്ടെ, നീ കള്ളിയാണെന്ന്, പെരും കള്ളി. നീ ദ്രൗപദിയല്ല, ശിവാനിയാണെന്ന്. നിന്റെ യഥാർത്ഥ പേര് അതാണെന്ന്. നീ അനാഥയല്ല, നിനക്ക് അമ്മയും അനിയത്തിയും ഉണ്ടെന്ന് എല്ലാം പറയട്ടെ. അരുത്, എനിക്ക് ജീവിക്കണം. ഇനി ഞാൻ ആരാണെന്ന് സത്യം അറിഞ്ഞാൽ എന്നെ തേടി എന്റെ ശത്രുക്കൾ വരും. എനിക്ക് ജീവിക്കാൻ കഴിയില്ല. ദ്രോഹിക്കരുത്. ഇല്ലടി, നിന്നെ ദ്രോഹിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹവും ഇല്ല. പക്ഷേ നീ ഒന്ന് ഓർക്കണം, അധികകാലം നിനക്ക് ഈ മുഖംമൂടി അണിഞ്ഞ് നിൽക്കാൻ കഴിയില്ല. ഇന്നോ നാളെയോ ദർശ മനസ്സിലാകും നീ ആരാണെന്ന്. എന്താ നിന്റെ ഉദ്ദേശം എന്ന്. അന്ന് നീ ഉണ്ടാവുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ശ്യാമിന്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ അവൾ മൗനം പാലിച്ചു. നിനക്കൊരു വഴി ഞാൻ പറഞ്ഞു തരാം. നീ എന്റെ പെണ്ണ, എന്റെ കൂടെ ജീവിക്കടി. നിന്നെ ഞാൻ നോക്കിക്കോളാം. നീ എവിടെയും കഷ്ടപ്പെടാനും പോവണ്ട. ഒരു വഷളം ചിരിയോടെ ശ്യാം പറഞ്ഞു. ഇല്ല, നടക്കില്ല ശ്യാം. അത് എന്തൊക്കെയാണെങ്കിലും നിങ്ങളുടെ താലിക്ക് തലകുനിച്ച് തരാൻ ഞാൻ ഉണ്ടാവില്ല, തീർച്ച. എന്നാ ഇതും കൂടെ നീ നോക്ക്. മൊബൈൽ ഫോൺ ഓണാക്കിയ ഒരു ക്ലിപ്പ് അവൻ അവളെ കാണിച്ചു. അവൾ നിന്നുരുകിപ്പോയി. സ്വന്തം അനിയത്തിയുടെ നഗ്നചിത്രങ്ങൾ അവൾക്ക് തല ചുറ്റുന്നത് പോലെ തോന്നി. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് അവൾ അനിയത്തിയെ കാണുന്നത്. ഒരുപാട് വളർന്നിരിക്കുന്നു അവൾ. കണ്ടല്ലോ അല്ലേ, നിന്റെ അനിയത്തി അറിയാതെടുത്ത ചിത്രങ്ങളാണിവ. ഇനി ഒരുപാട് എന്റെ കൈവശമുണ്ട്. പാവം നിന്റെ അനിയത്തി അമ്മയും ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ചി, നാണമുണ്ടോ നിങ്ങൾക്ക് പെങ്ങളോട് ഇങ്ങനെയൊക്കെ കാണിക്കാൻ? പെങ്ങളോ? എനിക്കതിന് പെങ്ങന്മാരില്ല. എന്റെ അച്ഛൻ കെട്ടി നടക്കുന്നു എന്ന് വെച്ച് അവരിലുള്ള മക്കളെയൊക്കെ പെങ്ങന്മാരായി കണ്ടാലേ അതിനെ സമയം കാണും. ഈ ഫോട്ടോസ് ഇത് ഞാൻ ഇന്റർനെറ്റിൽ അപ്ലോഡ് ചെയ്യും. അതിനു മുന്നേ നിന്റെ അനിയത്തിയെ കാണിച്ച് ഭീഷണിപ്പെടുത്തി അവളെ ഞാനങ്ങ്. ദ്രൗപദി നിറക്കണ്ണുകളോടെ അവനെ നോക്കി. വേണ്ട, ഒന്നും ചെയ്യല്ലേ. അവളുടെ ഭാവി നശിപ്പിക്കലേ ശ്യാം, പ്ലീസ്. എന്റെ അപേക്ഷയാണ്. അവൾ കൊച്ചുകുട്ടിയാ. ഇല്ല, നശിപ്പിക്കണമെന്ന് എനിക്കൊരാഗ്രഹമില്ല. പകരം ഞാൻ പറയുന്നത് നീ കേൾക്കണം. പിന്നെ ഒരിക്കലും അവളെ ഞാൻ ദ്രോഹിക്കില്ല. പെങ്ങളെപ്പോലെ കണ്ടോളാടി. വല്ലാതെ ചിരിയോടെ അവൻ പറഞ്ഞു. എന്താ വേണ്ടത്? ഞാൻ എന്റെ പെണ്ണാവണം, എന്റെ മാത്രം. നീ എനിക്കൊരു ലഹരിയായി പോയടി. നിന്നെ എനിക്ക് വേണം. ഈ വരുന്ന വ്യാഴം നല്ല മുഹൂർത്തമാണ്. ഇവിടുത്തെ അടുത്ത ക്ഷേത്രത്തിൽ വെച്ച് നമുക്ക് വിവാഹം നടത്തണം. അവൻ പറഞ്ഞത് കേട്ട് അവൾ ശരിക്കും തറഞ്ഞു പോയി. വിവാഹോ? നീ എന്തൊക്കെയാ ശ്യാം പറയുന്നത്? അതെ, വിവാഹം. ആരും വേണ്ട. അമ്പലനടയിൽ വെച്ച് ഞാൻ നിന്റെ കഴുത്തിൽ താലി ചാർത്തും. അത്രമാത്രം മതി. പിന്നെ പ്രശ്നമില്ലല്ലോ. അത് നടക്കില്ല. അവൾ വീഴാതിരിക്കാൻ കൈ അവിടെയുള്ള മേശമേൽ താടിങ്ങി. നടന്നില്ലെങ്കിൽ പറഞ്ഞല്ലോ, നിന്റെ അനിയത്തി, അവളാണ് എന്റെ ഇര. നീ ഓർത്തോ, ഇതാ എന്റെ നമ്പര്. വിളിച്ചാൽ മതി എന്താണെങ്കിലും. പ്രതികൂല ഒരു മറുപടിയാണെങ്കിൽ ഉറപ്പായിട്ടും നിന്റെ അനിയത്തിയുടെ ജീവിതം തീർന്നു ശിവാനി. പിന്നെ ദർശിനെ അശ്വിക്കിനെ അറിയിച്ച് എന്നെ കൊടുക്കാനാണ് പരിപാടിയെങ്കിൽ നീ ഓർത്തോ, എന്റെ അച്ഛനിവിടെ ഉണ്ടല്ലോ. അദ്ദേഹം നോക്കിക്കോളും എല്ലാം. അവൻ നമ്പർ എഴുതിയ കുറിപ്പ് അവിടെ വെച്ചിട്ട് പുറത്തേക്ക് പോയി. ഞാൻ തളർച്ചയോടെ മുറിയിലേക്ക് നടന്നു. എല്ലാം എത്ര നിസ്സാരമായിട്ടാണ് ശ്യാം പറഞ്ഞത്. വിവാഹം? അതും രണ്ടാനച്ഛന്റെ ആദ്യകെട്ടിലുള്ള മകനുമായിട്ട്. ഇതൊക്കെ എങ്ങനെ ശരിയാവും? അല്ലെങ്കിൽ തന്നെ ഞാൻ എങ്ങനെയാണ് ഒരാളെ സ്വീകരിക്കുന്നത്? മനസ്സിലൊരാൾ, ശരീരം കൊണ്ട് മറ്റൊരാൾ, ഇപ്പൊ താലി ചാർത്താൻ വേറൊരാൾ. ഞാൻ എന്താ എല്ലാവരുടെയും പാവയോ? അവന്റെ പദ്ധതി കാരണമല്ലേ അന്ന് ദർശിന്റെ എന്റെ ഇടയ്ക്ക് അങ്ങനെയൊക്കെ സംഭവിച്ചത്. എന്നിട്ടിപ്പോ ഇല്ല, ഈ വിവാഹം നടക്കാൻ പോകുന്നില്ല. അവനെ പോലെ നീചന്റെ ഭാര്യയാവുന്നതിനും ഭേദം മരിക്കുന്നതാ. പക്ഷേ എനിക്കങ്ങനെ ചിന്തിക്കാൻ കഴിയില്ല. ഞാൻ തേടി വന്നാൽ അയാളെ രക്ഷപ്പെടാൻ അനുവദിക്കരുത്. എന്റെ ജീവിതം തകർത്ത് എല്ലാവർക്കും അർഹിച്ച ശിക്ഷ വാങ്ങിക്കൊടുക്കണം. എനിക്ക് നഷ്ടപ്പെട്ട എന്റെ ദേവേട്ടനെ കണ്ടെത്തണം. അതേസമയം എന്റെ അനിയത്തിയുടെ അമ്മയുടെ ജീവിതം സുരക്ഷിതമാക്കുകയും ചെയ്യണം.
ഞാനിപ്പോൾ എന്തു ചെയ്യും ഈശ്വര? എൻ്റെ മുന്നിൽ മറ്റൊരു വഴിയില്ലല്ലോ. ആകെ തല പുകഞ്ഞിരിക്കുമ്പോൾ ജാനകി വന്നു. താൻ ഒറ്റയ്ക്കൊന്ന് ബോറടിച്ചോ? ഞാനിപ്പോൾ ഫ്രഷായി വരാട്ടോ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. ജാനകി കുളിച്ചു വരുമ്പോൾ ദ്രൗപദി കിടക്കിയാണ്. ഡോ വാ, നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വരാം. എനിക്ക് വേണ്ട, ജാനു പോയി കഴിച്ചോ. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, വാ പെണ്ണെ. ജാനു അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ച് മെസ്സിലേക്ക് കൊണ്ടുപോയി. ആഹാരമൊന്നും ഇറങ്ങുന്നുണ്ടായിരുന്നില്ല. മടിയോടെ അവൾ കഴിച്ചെന്ന് വരുത്തി. തിരികെ റൂമിലെത്തിയപ്പോൾ ജാനു അവളുടെ അടുത്ത് വന്നിരുന്നു. എന്തുപറ്റി? ബാമിട മാറിക്കോളും, അവൾ പറഞ്ഞു. ഞാൻ ഇട്ടു. ശിവയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? എങ്ങനെ? എവിടെയാണ്? എനിക്ക് വീടില്ല ചേച്ചി. ഞാൻ ഇവിടെ അടുത്തൊരു കമ്പനിയിൽ വർക്ക് ചെയ്യാം. ഓക്കെ, താൻ കിടന്നോ? എന്നാ ബാക്കി വഴിയെ പരിചയപ്പെടാം. ദ്രൗപദിയുടെ മനസ്സ് നിറയെ ശ്യാം പറഞ്ഞ വാക്കുകളായിരുന്നു. ശ്യാമ അവളുടെ ഒരേ ഒരു അനിയത്തി. അവൾ കുട്ടിയാ. അവൾക്ക് നല്ലൊരു ജീവിതമുണ്ട്. അത് നശിപ്പിക്കാൻ പാടില്ല. എൻ്റെ ജീവിതവും ഇങ്ങനെയായി. അവൾ ജീവിക്കണം. അതിനുവേണ്ടിയാ മോളെ ചേച്ചി ഈ ത്യാഗമൊക്കെ ചെയ്യുന്നത്. മോക്ക് വേണ്ടി എൻ്റെ ജീവിതം തന്നെ ത്യജിക്കാൻ ഞാൻ തയ്യാറാ. അച്ഛനെ നഷ്ടപ്പെട്ടതുപോലെ ഇനി ഒരാളും എനിക്ക് നഷ്ടപ്പെടരുത്. ആഗ്രഹിച്ച പോലെ ജീവിക്കാൻ പറ്റിയില്ല. സാരമില്ല, ഇനി വരുന്നിടത്ത് വെച്ച് കാണാം. അവൾ ശ്യാം നൽകിയ നമ്പറിൽ വിളിച്ചു. കോൾ അറ്റൻഡ് ആയി. ഹലോ ശ്യാം. ഇതാര്? ശിവയോ? എന്താ തീരുമാനം? എനിക്ക് സമ്മത. എവിടാണെങ്കിലും ഞാൻ വരാം. എന്നെ കെട്ടിക്കോളൂ. എന്നെ അനിയത്തെ ഉപദ്രവിക്കരുത്. അവൾ ജീവിച്ചോട്ടെ, പകരം എൻ്റെ ജീവിതം. നീ ഇങ്ങനെ ഇമോഷണൽ ആവാതെ മോളെ. ഞാനല്ലേ നിന്നെ കെട്ടുന്നത്. പിന്നെന്തിനാ നീ പേടിക്കുന്നത്? ഇത് നടന്നു കഴിഞ്ഞാൽ പിന്നെ നിന്റെ അനിയത്തെ ഞാൻ ശല്യം ചെയ്യില്ല, പോരെ? അപ്പോൾ ഈ വരുന്ന ശനിയാഴ്ച അമ്പലത്തിൽ വെച്ച് നമ്മുടെ താലികെട്ട്. രജിസ്ട്രേഷൻ ഉള്ളതൊക്കെ ഞാൻ ഏർപ്പാടാക്കിക്കോളാം. കെട്ട് കഴിഞ്ഞ് നമുക്ക് ഒരുമിച്ച് തന്നെ വീട്ടിലേക്ക് പോവാം, ഓക്കെ? അവളുടെ ഹൃദയം വിങ്ങി. പക്ഷേ അതവൾ അറിയിച്ചില്ല. ശരി, ഞാൻ വിളിക്കാം. അപ്പോൾ ടേക്ക് കെയർ. അവൻ ഫോൺ വെച്ചു. അവൾ നിശബ്ദമായി കരഞ്ഞു. എല്ലാം ഒരു നിമിഷം കൊണ്ട് അവസാനിക്കാൻ പോവാ. ഇനി ഒരിക്കലും പഴയ പോലെ ആവാൻ പറ്റില്ല. ദർശിനെ ഓർക്കുമ്പോൾ എന്തോ ഒരു വേദന. അതിനവൻ തന്റെ ആരെങ്കിലും ആയിരുന്നോ? എന്നോ എപ്പോഴോ ബോധമില്ലാതെ ശരീരം സ്വന്തമാക്കിയ ഒരാളെന്നല്ലാതെ എന്ത് ബന്ധമാണ് ഞങ്ങൾ തമ്മിൽ? ഒരുപാട് ലക്ഷ്യങ്ങളുമായി വന്നു, ഒന്നും നേടാതെ തിരിച്ചു പോകുന്നു. എന്റെ കൃഷ്ണ, നീ തന്നെ ഒരു വഴി കാണിച്ചു തരണേ, അവൾ മനമുരുകി പ്രാർത്ഥിച്ചു. പിറ്റേന്ന് എഴുന്നേക്കാൻ തന്നെ മനസ്സ് വന്നില്ല. ഉറക്കമെണീക്കുമ്പോൾ ജാനെപ്പോ ഒരുങ്ങുകയാ. വയ്യാതെ കിടന്നുകൊണ്ടാട്ടോ വിളിക്കാതിരുന്നത്. ഓഫീസിലേക്ക് പോകുന്നുണ്ടോ? പോവണം. ഫുഡ് ഞാൻ എടുത്തോണ്ട് വന്നിട്ടുണ്ട്, എടുത്ത് കഴിക്കണം. വൈകിട്ട് കാണാം. ജാനു യാത്ര പറഞ്ഞു പോയി. അലസമായി എഴുന്നേറ്റ് പോവാൻ റെഡിയായി. അടച്ചുവെച്ച ആഹാരം നോക്കിയത് കൂടിയില്ല. ഓഫീസിലെത്തിയപ്പോൾ അരമണിക്കൂർ ലേറ്റ്. എല്ലാവരും എത്തിയിട്ടുണ്ട്. മുടിയൊക്കെ അലസമായിട്ട് കടന്നു വരുന്ന അവളെ എല്ലാവരും സംശയത്തോടെ നോക്കി. അല്പം ഒരു പരിഭ്രമത്തോടെ അവൾ ദർശിന്റെ ക്യാബിനിലേക്ക് കയറി. അവളെ അവനൊന്ന് സംശയത്തോടെ നോക്കി. വൈ ആർ യു ലേറ്റ്? സർ, അതെനിക്ക് വയ്യായിരുന്നു. അവൾ നിന്ന് പരിങ്ങി. ലീവ് പറയാമെങ്കിലും നിനക്ക് വയ്യായിരുന്നോ? അരമണിക്കൂർ ലേറ്റായി വന്നിരിക്കുന്നു. ഗോ. ആ മാനസികാവസ്ഥയിൽ അവന്റെ ഫയറിംഗ് കൂടെ ആയപ്പോൾ കണ്ണൊക്കെ താനെ നിറഞ്ഞു. എങ്ങനെയെങ്കിലും ക്യാബിലിരിക്കുമ്പോഴാണ് അശ്വിക്ക് വന്നത്. ശിവ, എന്തു പറ്റി? ദർശനെന്ന് വഴക്ക് കേട്ടല്ലേ? അതൊന്നും കാര്യമാക്കണ്ട. എന്തു പറ്റി നിനക്ക്? എനിക്ക് വയ്യായിരുന്നു ഏട്ടാ, തലവേദനയായിട്ട്. ബാമിട്ടോ? എന്നാൽ കുറച്ചു നേരം കിടന്നോ, അവനോട് ഞാൻ പറഞ്ഞോളാം. അവൾ തലയാട്ടി. അന്ന് വൈകിട്ട് ദർശ ഓഫീസ് കഴിഞ്ഞ് പോവാൻ നേരം ദ്രൗപദിയുടെ അടുത്തേക്ക് ചെന്നു. വാ, ഒരിടം വരെ പോകണം. എവിടേക്കാ? ഞാനില്ല, അവൾ പരിഭവത്തോടെ പറഞ്ഞു. നിന്നോട് വരാനല്ലേ പറഞ്ഞത്? വെറുതെ ദേഷ്യം പിടിപ്പിക്കണോ ശിവ? അവനത് വിളിച്ചപ്പോൾ അവൾ അത്ഭുതത്തോടെ അവനെ നോക്കി. നീ ഇവിടെ നിൽക്ക്, ഞാൻ കാറെടുത്ത് വരാം. ദർശ് കാറ് പാർക്കിങ്ങിലേക്ക് പോയി. തിരികെ വന്നതും ഡോർ തുറന്ന് അവളോട് കയറാൻ പറഞ്ഞു. അവളെ മടിച്ച് കാറിൽ കയറി. ആദ്യം കുറച്ചു നേരം രണ്ടുപേരും ഒന്നും മിണ്ടിയില്ല. ദർശ് തന്നെ ആ നിശബ്ദത ഭേദിച്ചു. ശിവാനി അല്ലേ? അവൻ ഗൗരവത്തിൽ അത് ചോദിച്ചതും അവൾ ഞെട്ടിപ്പിടഞ്ഞു. അവൻ പുച്ഛത്തിലൊന്ന് ചിരിച്ചു. അതല്ലേ ശരിയായ പേര്? ശിവാനി വിശ്വനാഥൻ. അവൻ അവളെ നേർക്ക് നോക്കിയതും അവന്റെ നോട്ടം താങ്ങാനാവാതെ അവൾ തല താഴ്ത്തി. നീ എന്ത് കരുതി? ഒന്നും അറിയാതെ ഞാൻ ഒരാളെന്റെ ഓഫീസിലേക്ക് ജോലിക്ക് എടുക്കുമെന്നോ? ആണോടി? ഞാൻ പൊട്ടനാണെന്ന് വിചാരിച്ചോ? ദ്രൗപദി, കള്ളം. എന്തിനു നുണ പറഞ്ഞു? അതും സ്വന്തം പേര് കണ്ടുപിടിക്കില്ലെന്ന് കരുതിയോ നീ? അതുവരെ അവൾ കണ്ട ദർശനിൽ നിന്ന് വ്യത്യാസമായിരുന്നു അന്ന് അവന്റെ പെരുമാറ്റം. സത്യം പറയാൻ അവൾ ഭയന്നു. എന്റെ പേരാ അത്, ദ്രൗപദിന്ന്. അതിന്റെ അച്ഛൻ വിളിക്കുന്നതാ. യഥാർത്ഥ പേര് ശിവാനി വിശ്വനാഥൻ. ഞാൻ ഇവിടേക്ക് വന്നപ്പോൾ ആദ്യം ശ്യാമിനെ പേടിച്ച് ആ പേരെങ്ങനെ ആക്കിയത്. എന്റെ ശരിക്കും പേര് ശിവാനി എന്നാ. അവൻ ദേഷ്യമടക്കാൻ പാടുപെട്ടു. ശിവാനി, നീ ഒരു നിഗൂഢതയാ. നിന്റെ പുറകിൽ എന്തൊക്കെയോ ഉണ്ട്. നിന്റെ യഥാർത്ഥ പേര് ഞാൻ അറിഞ്ഞിട്ട് കുറച്ചായി. മനഃപൂർവ്വം നിന്നോട് സൂചിപ്പിച്ചില്ല എന്നേ ഉള്ളൂ. അല്ല, ഞാൻ സത്യാ പറഞ്ഞത്. ശ്യാം എന്നെ കണ്ടുപിടിക്കാതിരിക്കാനാ ഞാൻ ഇങ്ങനെ ചെയ്തേ. പക്ഷെ അത് നടന്നില്ല. എനിക്ക് ഈ പേരിനോട് പ്രത്യേക ഇഷ്ടമുണ്ട്. എന്റെ അച്ഛൻ അങ്ങനെ എന്നെ വിളിക്കുക. കാരണം പുരാണത്തിലെ ദ്രൗപദിയുടെ പോലെയുള്ള സ്വഭാവമാണെന്ന അച്ഛൻ പറയാറ്. ഇത് കള്ളമാണെന്ന് ഞാൻ അറിയരുത്, അവനെ താക്കീതെന്നോണം പറഞ്ഞു. അവളൊന്നും മിണ്ടിയില്ല. എങ്കിലും അവളുടെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമായിരുന്നു. ദർശ അവളെ ഹോസ്റ്റലിൽ ഡ്രോപ്പ് ചെയ്തു.
നാളെ നിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എനിക്ക് വേണം. അതായത് നിന്റെ ID പ്രൂഫ് ഉൾപ്പെടെ നീ എനിക്ക് തരണം. അത് പറഞ്ഞ് ദർശു പോയതും അവളുടെ ഉള്ളിലൂടെ ഒരു മിന്നൽ പാഞ്ഞു. അവൾ ഒരുവിധം ഹോസ്റ്റലിലേക്ക് പ്രവേശിച്ചു. മുറിയിലെത്തിയത് ബെഡിലേക്ക് വീണു. ശിവാനി വിശ്വനാഥൻ, അതാണ് അവളുടെ യഥാർത്ഥ പേര്. ശരിക്കും ശ്യാമിനെ പേടിച്ച് തന്നെയാണ് അവൾ അവിടെ ദ്രൗപദി എന്ന പേര് സ്വീകരിച്ചത്. അതവളുടെ അച്ഛൻ വിളിക്കുന്നതായിരുന്നു. കുഞ്ഞിലെ മുതൽ അങ്ങനെയാണ്. ദ്രൗപദിയുടെ കഥാപാത്രത്തിലെ ഒരു യജ്ഞത്തിലെ തീജ്വാലകളോട് ഉപമിക്കാം. അവൾ അഗ്നി വ്യക്തിത്വമുള്ളവളാണ്. ഇച്ഛാശക്തിയുള്ള, പ്രതിരോധ ശേഷിയുള്ള, മാന്യമായ, ശക്തിയായ, ദൃഢനിശ്ചയമുള്ള, കഴിവുള്ള, ശുദ്ധമായ, സ്നേഹമുള്ള, ധർമ്മത്തിനും സത്യത്തിനും വേണ്ടി നിലകൊണ്ട വ്യക്തിയാണ്. ഈ ഗുണങ്ങൾ കൊണ്ട് അവളെ ദ്രൗപദി എന്ന് വിളിക്കുന്നു. അത് അവളുടെ ഒരു മറയാണ്, മറ്റുള്ളവരിൽ നിന്ന് അവളുടെ യാഥാർത്ഥ്യം മറച്ചു പിടിക്കാനുള്ള പേര്. പക്ഷെ ഒടുവിലെല്ലാം കൈവിട്ടു. ശ്യാം തേടി വന്നു. ദൈവമേ, നാളെ കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് എന്താണ്? ശ്യാമിന്റെ താലി ഓർക്കാൻ കൂടെ വയ്യ. കുറച്ചു നേരം കഴിഞ്ഞതും ജാനു വന്നു. ഫ്രഷ് ശേഷം അവൾ ശിവാനിയുടെ അടുത്ത് വന്നിരുന്നു. എനിക്ക് നിന്നോട് ഒരുപാട് കാര്യം പറയാനുണ്ട്. തുടരും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. നന്ദി.